നിങ്ങളിവിടെ ചങ്ങാടും തോന്നിയായിരുന്നോ? അനുജൻ അവിടെ IPS കിട്ടി. നിങ്ങൾ വിവരമൊന്നും അറിയിട്ടില്ല? ഇല്ല. ഇന്നത്തെ പത്രത്തിലുണ്ട്. മുന്തിയൊരു പടം കൊടുത്തിട്ടുണ്ട്. നേരാണോ മാഷേ? ഇയാളാരപ്പ? നമ്മൾ നുണ പറയല്ല, അതാണ് നമുക്കുള്ള ദോഷം. ഇയാള് ഞാൻ വീട്ടിൽ ചെല്ലി വിടുമോളെ. എങ്ങോട്ടാ മാമ? കൊടുമുടിക്ക്. കൊടുമുടി അല്ല മാമ, നെടുമുടി. നെടുമുടി അല്ലേ? നെടുമുടി വിട്, പോയി മുടിയാ. എന്താ കുട്ടനാരിയേട്ടാ ചെയ്യേണ്ടത്? ഗോന്നുംകുട്ടി അടുത്ത ബോട്ടിൽ കയറി പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാം. അങ്ങോട്ട് അടുപ്പിക്കും. വന്നട്ടെ. ഇരിക്കണം. ഇനി നമുക്ക് തുടങ്ങാം. എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. വേണേ കുറച്ച് പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകും. ഒരു ലൂബ്രിക്കേഷൻ വിചാരിക്കണ്ട. നിങ്ങളൊക്കെ എടുത്ത് കഴിക്ക്. എല്ലാം നാണിയമ്മയുടെ ഭാഗ്യ. ലഡു കഴിക്കണവരെ അത് മൂന്നും കഴിക്കുക, ജിലേബി കഴിക്കണവരെ അത് മൂന്നും കഴിക്കുക, ബിസ്ക്കറ്റ് കഴിക്കണവരെ അത് മൂന്നും കഴിക്കുക. അത് ഇതും പൊട്ടിച്ച് നാശാക്കരുത്. ഇനിയും വരുന്നവർക്ക് ഞങ്ങൾക്ക് കാണിക്കാനുള്ളതാ. ഞാൻ ഒരു ഇത്തിരി ചായ ഒഴിക്കട്ടെ? നീയേ പഠിക്കാൻ ഇത്രയും എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇവരിതെവിടെ പോയി? ഗോവിന്ദൻകുട്ടി മീറ്റിംഗിന് പോണില്ലേ? മീറ്റിംഗ്? അതെ, അനിയൻ അനുമോദന യോഗം. മുതലാളി ഇവിടെ ഒന്ന് എല്ലാരും വിളിച്ചോണ്ട് പോയല്ലോ. പണിക്കരദ്ദേഹോ? അതെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, യോഗം ആരംഭിക്കുകയാണ്. ആദ്യമായി അനുമോദന പ്രസംഗം ശ്രീ മുല്ലശ്ശേരി മാധവ പണിക്കർ. സ്ഥിരോത്സാഹവും കഠിന പ്രയത്നവും കൊണ്ട് ഏത് ഉന്നത പദവിയിലും എത്തിച്ചേരാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിജയരാഘവൻ. എന്റെ ചങ്ങാടക്കാരന്റെ മകനായ ഈ യുവാവിന്റെ വിജയത്തിൽ അവന്റെ കുടുംബാംഗങ്ങളെക്കാൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാനാണ്. ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് പഠിക്കുവാൻ ധനസഹായം ചോദിച്ചുകൊണ്ട് വിജയരാഘവൻ എന്നെ സമീപിക്കുകയുണ്ടായി. അന്ന് ഞാൻ അവന്റെ അപേക്ഷ നിരസിച്ചു. അന്ന് ഞാൻ സഹായിച്ചിരുന്നെങ്കിൽ വീറോടും വാശിയോടും കൂടി വിജയരാഘവൻ പഠിക്കയില്ലായിരുന്നു, IPS നേടുകയില്ലായിരുന്നു. നമ്മുടെ ഈ കുട്ടനാടിന് തന്നെ അഭിമാനിക്കാൻ തക്ക വിധം നാടിന് കടാവിളക്കായി തീർന്നിരിക്കുന്ന ശ്രീമാൻ വിജയരാഘവൻ IPS അവറുകളെ അദ്ദേഹം പഠിച്ചു വളർന്ന ഈ സ്കൂളിൽ വെച്ച് തന്നെ നാട്ടുകാരായ നിങ്ങളുടെ പേരിലും പ്രത്യേകിച്ച് എന്റെ പേരിലും ഞാൻ അഭിനന്ദിക്കുന്നു. അടി 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 അതെയോ? വിജയരാഘവനെ മുല്ലശ്ശേരിയിലേക്ക് ദത്തെടുക്കാനും മകളെ വിവാഹം കഴിച്ചു കൊടുക്കാനും പണിക്കർ ആഗ്രഹിക്കുന്നു. ഈ കാര്യം ഇവിടെ വന്ന് പറയാൻ പണിക്കർ എന്നെ ചുമതലപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അന്ന് അവനെ പഠിപ്പിക്കാൻ സഹായിക്കണമെന്ന് സാറല്ലേ അയാളോട് പറഞ്ഞത്? അയാൾ എന്താ മറുപടി പറഞ്ഞത്? ചങ്ങാട് കൂന്നുകാരന്റെ മകൻ ചങ്ങാട് കൂന്നിയാ മതിയെന്ന് അല്ലേ? ആ സാറ് തന്നെ ഇക്കാര്യം ഇവിടെ വന്ന് പറയരുതായിരുന്നു. പറയാൻ പാടില്ലാത്തൊന്നും സാറിവിടെ പറഞ്ഞില്ലല്ലോ. അതിന്റെ അർത്ഥം പണിക്കരുടെ മോളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നോ? അത് ഒരു തെറ്റാണോ ചേട്ടാ? പട്ടി, നിനക്ക് ഇതെങ്ങനെ പറയാൻ തോന്നിയടാ? നന്ദി കേട്ടവനെ. ഞാനെന്ത് നന്ദി കാണിച്ചാ ചേട്ടൻ പറയുന്നത്? എടാ, ചങ്ങാട ഊന്നാൻ കഴുക്കോലെടുത്ത നിന്റെ കയ്യിൽ MSCക്ക് പോകാനുള്ള പണം തന്നാരാണെന്നറിയോ? പാവപ്പെട്ട കുട്ടനായരി ഏട്ടൻ. ആ പണം എങ്ങനെ ഉണ്ടാക്കിയെന്ന് നിനക്കറിയോ? അയാളുടെ പറമ്പ് പണയപ്പെടുത്തി, സ്വന്തം മകളുടെ കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ പണയപ്പെടുത്തി. അത് നീ മറന്നോ? ഇല്ല, മറന്നിട്ടില്ല. മുതലും പലിശയും സഹിതം ആ തുക തിരിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയാം. മുതലും പലിശയോ? എടാ, കുട്ടനായരി ഏട്ടന്റെ മകളെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചോളാം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. വാക്ക് കൊടുത്തോ? ആ. എന്നും ആവട്ടെ, അതിനുള്ള അവകാശം എനിക്കില്ലടാ. പക്ഷെ അത് എന്നോട് പറയാനുള്ള ബാധ്യത കൂടി ചേട്ടനില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? ചേട്ടൻ പറഞ്ഞില്ല, അമ്മ പറഞ്ഞില്ല, എന്താ കാര്യം? എന്റെ പൊന്നു മോനെ, ഇവൻ ഇങ്ങനെ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യം ഞാൻ ഇപ്പോഴാ അറിയുന്നത്. ഞാനും ഇപ്പഴാ അറിയുന്നത്. ഞാനും കുട്ടനായരി ഏട്ടനും കൂടെ തീരുമാനിച്ച. പക്ഷേ ആ തീരുമാനം എന്നെ അറിയിക്കാൻ വൈകിപ്പോയി. എന്ന് വെച്ചാൽ എന്റെ തീരുമാനം നീ അനുസരിക്കില്ലെന്നോ? അനുസരിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പക്ഷെ എനിക്ക് മറ്റൊരു ബാധ്യത കൂടിയുണ്ട്. ചേട്ടൻ അറിയുമോ, എനിക്ക് സ്കോളർഷിപ്പ് ഇല്ലായിരുന്നു. പിന്നെ നീ എങ്ങനെ പഠിച്ചു?
ഞാൻ ഹോസ്റ്റലിലായിരുന്നപ്പോ ഒരു ദിവസം എനിക്കൊരു കത്ത് കിട്ടി. മിസ്റ്റർ വിജയരാഘവന് മുല്ലശ്ശേരിയിലെ മിനിയാണ് ഈ കത്ത് എഴുതുന്നത്. അന്ന് സഹായാപേക്ഷയുമായി വന്ന നിങ്ങളെ അച്ഛൻ അപമാനിച്ചു പറഞ്ഞയച്ചതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഈ കത്തിനോടൊന്നിച്ച് ഒരു തുക മണി ഓർഡറായി അയക്കുന്നു. നിങ്ങളുടെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ട് കൂടാതെ തുടരുന്നതിന് വേണ്ടിയാണ് ഈ പണം. അച്ഛനോ അമ്മയോ അറിയാതെ തുടർന്ന് ഞാൻ പണം അയക്കുന്നതായിരിക്കും. ദയവായി ഇത് സ്വീകരിക്കുക. സ്നേഹപൂർവ്വം, മിനി. എന്നെ പഠിപ്പിക്കാൻ ഒരു ചില്ലിക്കാശ് പോലും തരില്ലെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ മകൾ അയച്ചെന്ന പണം ഞാൻ അന്ന് തന്നെ തിരിച്ചയച്ചു. പക്ഷേ അടുത്ത ആഴ്ച കൈമൾ സാറിന്റെ ഒരു കത്ത് എനിക്ക് കിട്ടി. പ്രിയ വിജയരാഘവൻ, മിനി ഇന്നലെ എന്നെ വന്ന് കണ്ടു. ഇന്നത്തെ ചുറ്റുപാടിൽ ആ കുട്ടിയുടെ സഹായം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ജോലി കിട്ടുമ്പോൾ പലിശ കൂടാതെ പണം മടക്കി കൊടുത്താൽ മതി. ഈ വ്യവസ്ഥയിലെങ്കിലും അവളുടെ സഹായം സ്വീകരിക്കണമെന്ന് അവൾ അപേക്ഷിക്കും. മാസം തോറും കൃത്യമായി അവൾ പണം അയച്ചു തരുന്നതാണ്. ഈ കാര്യം നമ്മൾ 3 പേരുമല്ലാതെ മറ്റാരും അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഠിച്ചു മിടുക്കനാകുക. വാത്സല്യപൂർവ്വം, കൈമൾ സാർ. അങ്ങനെ സാറിന്റെ നിർബന്ധം കൊണ്ടാണ് മിനിയുടെ സാമ്പത്തിക സഹായം ഞാൻ സ്വീകരിച്ചത്. എന്നിട്ട് ഈ വിവരം നീ ഞങ്ങളെ ആരെ അറിയിക്കാൻ എന്താ? അതിന് മറുപടി പറയേണ്ട ഞാനല്ല, സാറാണ്. ആരെയും അറിയിക്കാതിരുന്നത് എന്റെ നിർബന്ധം കൊണ്ട് തന്നെയാ. അറിയിച്ചിരുന്നെങ്കിൽ ഇവന്റെ പഠിപ്പ് മുടങ്ങിയേനെ. എങ്കിൽ ആ പെണ്ണ് പറഞ്ഞതുപോലെ നിനക്ക് ഉദ്യോഗം കിട്ടുമ്പോൾ ആ തുക തിരിച്ചു കൊടുത്താ പോരെ? ഇനിയെ നടക്കില്ല ഏട്ടാ. എന്തുകൊണ്ട്? അന്ന് കൊടുക്കൽ വാങ്ങൽ കൂടി തുടങ്ങിയ കത്തിടപാടുകൾ ഞങ്ങളെ അടുപ്പിച്ചു. ഞാൻ മിനിയെ വിവാഹം ചെയ്യാമെന്ന് വാക്കുകൊടുത്തു. അപ്പൊ കുട്ടനായർക്ക് ഞാൻ കൊടുത്ത വാക്കോ? കുട്ടനായരേട്ടൻ നമുക്കൊന്നുള്ള തുക തിരിച്ചു കൊടുക്കാം. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അത് മിനിയെ മാത്രമായിരിക്കും. തീർച്ചയാണോ? തീർച്ച. ആ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി നീ പണിക്കരുടെ വീട്ടിൽ ദത്തുപോയാൽ അന്നു മുതൽ ഇങ്ങനെ ഒരു ചേട്ടനില്ലെന്ന് കരുതിക്കോ. കുട്ടി കുട്ടി വിജയരാഘവ, എന്റെ മകളെ നീ വിവാഹം കഴിക്കാത്തതിൽ എനിക്ക് നിന്നോട് ഒരു വിരോധവുമില്ല. പക്ഷേ പണിക്കരുടെ വീട്ടിൽ നീ ദത്തുപോയാൽ നിന്റെ അച്ഛന്റെ ആത്മാവ് സഹിക്കില്ല. വിജയേട്ടനെവിടെ? വന്നില്ലേ? അത്താഴത്തിന് വിജയേട്ടനെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞല്ലേ അച്ഛൻ പോയത്? പിന്നെന്താ വരാഞ്ഞേ? മോളെ, എന്താ അച്ഛാ? എന്തുണ്ടായിന്ന് പറയൂ അച്ഛാ. ദൈവം നമുക്കെതിരാ മോളെ. വിജയരാഘവൻ ഇനി പ്രതീക്ഷിക്കണ്ട. അവന് വേറെ വിവാഹം നിശ്ചയിച്ചു. മോളെ,
ഇങ്ങോട്ട് മാറി ഇതെന്തിനാ എന്റെ നെഞ്ഞത്ത് കയറണേ?